ഈ ഒരു കറണ്ട് സൊസൈറ്റിയിലെ ട്രൂത്ത് ഞാൻ പറഞ്ഞുതരാം. എല്ലാവരും സക്സസിൻ്റെ പുറകെയുള്ള ഓട്ടത്തിലാണ്. അതായത് എങ്ങനെയെങ്കിലും ലൈഫിൽ രക്ഷപ്പെടണം, ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല, എങ്ങനെയെങ്കിലും ലൈഫിൽ രക്ഷപ്പെടണം, നല്ലൊരു ജോബ് അല്ലെങ്കിൽ നല്ലൊരു ബിസിനസ് ഡെവലപ്പ് ചെയ്തെടുക്കണം എന്നുള്ളൊരു ഓട്ടത്തിലാണ് എല്ലാവരും. സോ ഈ ഒരു ഓട്ടമൊക്കെ സത്യം പറഞ്ഞാൽ നല്ല കാര്യം തന്നെയാണ്. കാരണം നമുക്ക് സൊസൈറ്റിയിലൊരു വില അല്ലെങ്കിൽ ഒരു വാല്യൂ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ പൈസ വേണം. സോ അതൊരു റിയൽ ട്രൂത്ത് തന്നെയാണ്. ബട്ട് ഈ ഒരു ഓട്ടത്തിനിടയിൽ ആൾക്കാർ മെയിനായിട്ട് മറന്നു പോകുന്നൊരു കാര്യമുണ്ട്, എസ്പെഷ്യലി നമ്മുടെ ഈ ഒരു കറണ്ട് സൊസൈറ്റി. അതാണ് അവരുടെ ഹെൽത്ത്. ഇഫ് യു ഡോണ്ട് ഹാവ് എ പ്രോപ്പർ ഹെൽത്ത് യു ആർ നത്തിങ്. ഒന്നുകൂടി നോട്ട് ചെയ്തോ, ഇഫ് യു ഡോണ്ട് ഹാവ് എ പ്രോപ്പർ ഹെൽത്ത് യു ആർ നത്തിങ്. കാരണം എല്ലാവരും സത്യം പറഞ്ഞാൽ 9 to 5 ജോബിൻ്റെയൊക്കെ പുറകെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അവർ സത്യം പറഞ്ഞാൽ പുറത്തുനിന്ന് ജങ്ക് ഫുഡും കഴിക്കും, അതുപോലെ തന്നെ സ്നാക്ക് ഐറ്റംസ് ആയാലും എല്ലാം പുറത്തുനിന്ന്, അതുപോലത്തെ ഒരുപാട് ഡ്രിങ്ക്സും കുടിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു 10-15 വർഷമൊക്കെ കഴിയുമ്പോഴായിരിക്കും ഇതിൻ്റെ സൈഡ് എഫക്റ്റ് അറിയുന്നത്. നിങ്ങൾ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് അല്ലെങ്കിൽ ഒരു ഇൻകം നിങ്ങൾ ജനറേറ്റ് ചെയ്ത് വെച്ചിട്ട് ലാസ്റ്റ് നിങ്ങൾക്ക് ഒരു ഹെൽത്ത് ഡിസീസസാ അങ്ങനെ ഇഷ്യൂസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇതൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ ഇത്ര നാൾ സമ്പാദിച്ച എല്ലാ കാര്യങ്ങളും ആ ഒരു ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാണ്ടാവും. സോ ഗൈസ്, സ്റ്റാർട്ട് ഫോക്കസിങ് ഓൺ യുവർ ഹെൽത്ത്. സോ ഇന്ന് സൺഡേ ആണ്, അതുകൊണ്ട് തന്നെ ഇന്ന് ജിമ്മില്ല. അതുപോലെ തന്നെ ഇനിയുള്ള പരിപാടി എന്ന് വെച്ചാൽ ഈ ഒരാഴ്ച ഫുൾ എന്തായാലും ഹെവി വർക്കൗട്ടായിരുന്നു. സോ ഇന്ന് എന്തായാലും വീട്ടിൽ പോയിട്ട് നല്ല റിച്ച് ആയിട്ടുള്ള പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, അതുപോലെ തന്നെ റെസ്റ്റ് ചെയ്യുക, പിന്നെ സ്ക്രിപ്റ്റ് എഴുതാണ്ട്. സോ അതൊക്കെയാണ് ഇന്നത്തെ വർക്ക് എന്ന് വെച്ചാൽ. പിന്നെ ഈ ഒരാഴ്ച ഉണ്ടായ മിസ്റ്റേക്സ് എല്ലാം നോട്ട് ചെയ്യണം, അത് അടുത്ത ആഴ്ച തിരുത്താനുള്ള എന്തൊക്കെ ചെയ്യണം കാര്യങ്ങളെല്ലാം നോക്കണം. സോ അതൊക്കെയാണ് ഇന്നത്തെ ഒരു പരിപാടി. സൺഡേസ് നമ്മൾ വേസ്റ്റ് ചെയ്യാണ്ടിരിക്കുക. ഞാനിപ്പോൾ ഒരു 2 ആഴ്ചയായിട്ട് ഫോളോ ചെയ്യുന്നൊരു മെത്തേഡ് ഉണ്ട്. അതായത് കഴിഞ്ഞ ആഴ്ച ഞാൻ വരുത്തിയ മിസ്റ്റേക്സ് എല്ലാം സൺഡേ ഇരുന്ന് നോട്ട് ചെയ്യും. സൺഡേ ഞാൻ ഇരുന്ന് എൻ്റെ ബുക്കിൽ നോട്ട് ചെയ്യും എന്തൊക്കെയാണ് ഞാൻ ആ ഒരു വീക്കിൽ വരുത്തിയ മിസ്റ്റേക്സ് എല്ലാം ഞാൻ നോട്ട് ചെയ്യും. സോ മെയിനായിട്ട് 2 മിസ്റ്റേക്സ് ആണ് ഞാൻ വരുത്തിയത്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ സ്പോട്ടിഫൈയുടെ ഓവർ യൂസ് ഉണ്ടായിരുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ രാവിലെ എണീക്കുമ്പോൾ ഞാൻ നോർമലി 5:30 എണീക്കാറുള്ളത്, പക്ഷേ ഞാനൊരു 5:40 വരെയൊക്കെ ആയിപ്പോണ്ട്. അത് അറിയാണ്ട് അല്ലാതെ ഞാൻ എണീറ്റിട്ട് എല്ലാവരും ഓഫ് ചെയ്യണില്ല, പക്ഷേ എന്തുകൊണ്ടാണെന്നറിയില്ല, ഫോൺ അടിക്കണ അറിയണില്ല. സോ ആ ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ അത് കണ്ടുപിടിക്കാണ്ട് ഞാൻ റെഡിയായി. സോ ഈ 2 പ്രോബ്ലംസ് ആണ് ഞാൻ മെയിനായിട്ട് നോട്ട് ചെയ്തത് സൺഡേ ഇരുന്ന്. ഇന്നത്തെ ആഴ്ചയോട് ഞാൻ ഈ 2 പ്രോബ്ലംസും സോൾവ് ചെയ്യാനുള്ള പരിപാടി നോക്കി, അല്ലെങ്കിൽ സോൾവ് ചെയ്യാനുള്ള ആ ഒരു വഴികളെ ഞാൻ നോക്കി തുടങ്ങി. അതുകൊണ്ട് തന്നെ അടുത്ത ആഴ്ച തൊട്ട് തന്നെ എൻ്റെ സ്പോട്ടിഫൈഡ് യൂസ് എനിക്ക് നല്ല രീതിയിൽ തന്നെ കുറക്കാനും പറ്റി. അതുപോലെ തന്നെ എനിക്ക് മോർണിംഗ് പ്രോപ്പറായിട്ട് 5:30 തന്നെ എണീക്കാനും പറ്റിയിട്ടുണ്ട്. സോ സൺഡേ ഇപ്പോൾ നമ്മൾ വേസ്റ്റ് ചെയ്യാണ്ട് നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഞാനിപ്പോൾ ഒരു പുതിയ സ്കില്ലും കൂടി പഠിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. കാരണം നമ്മുടെ ബിസിനസ്സിൻ്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ നമുക്ക് ചിലപ്പോൾ ഒരു മാർക്കറ്റിംഗ് ഏജൻസിനെ അല്ലെങ്കിൽ ഒരു അഡ്വർടൈസിങ് ഏജൻസിനെ ഒന്നും ചിലപ്പോൾ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. സോ ആ ഒരു ടൈമിന് നമ്മൾ ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചിരുന്നാൽ നമുക്ക് നമ്മുടെ ബിസിനസ്സിൻ്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ നമുക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ 2 ലോങ് വീഡിയോസ് നമുക്ക് എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ കോണ്ടന്റ് ക്രിയേഷൻ തുടങ്ങിയതോട് കൂടിയാണ് ഞാൻ ഈ വീഡിയോ എഡിറ്റിങ്ങിന് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങിയത്. കോണ്ടന്റ് ക്രിയേഷൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് 2 കാര്യങ്ങളാണ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന സ്കിൽസ്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ എഡിറ്റിംഗ് സ്കിൽസ് ആണ്. കാരണം ഈ ഒരു 2 സ്കിൽസും നമുക്ക് ഇമ്പ്രൂവ് ആയിട്ട് പറ്റും നമ്മൾ ഈ ഒരു കോണ്ടന്റ് ക്രിയേഷൻ തുടങ്ങി കഴിഞ്ഞാൽ. സോ ഇതൊക്കെയാണ് ഇന്ന് പറയാനുള്ള കാര്യങ്ങൾ. ഇതിലും പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് അടുത്ത ഡേയ്സും അടുത്ത എപ്പിസോഡ് ഇടാം. സോ എപ്പിസോഡ് 4 ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നതാണ്.